ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഇളനീർ പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള ഇളനീർ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് പാല് അടുപ്പിൽ വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ച ശേഷം അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞു വന്നാൽ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇളനീർ ജ്യൂസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരല്പം പാലോ ഇളനീർ ജ്യൂസോ എന്തെങ്കിലും ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ പാലിൻ്റെയും ഇളനീറിൻ്റെയും മിക്സിലേക്ക് ചേർത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കുക. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനായിട്ടും പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് വെക്കണം. അതിനു മുമ്പ് ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും ബദാമോ എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബദാം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 6 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് തണുപ്പിച്ചെടുക്കണം. കാരണം നല്ലോണം തണുക്കുമ്പോഴാണ് ഈ ഒരു പുഡിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഞാനിതിപ്പം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള പുഡിങ്ങാണിത്. ഇതിപ്പോൾ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇളനീർ പുഡിങ് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കാരണം ഇത് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്.